എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും റെസിപ്പീസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ വ്ളോഗ് വീഡിയോ. ഷാനസ് വയനാടിൻ്റെ ഈ വ്ളോഗ് വീഡിയോയും മറ്റ് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ചായക്ക് ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ചായയൊക്കെ ഒന്ന് കാച്ചി എടുക്കുകയാണ്. അപ്പോൾ രാവിലെ കടി ഉണ്ടാക്കി കുടിക്കുന്നതിന് മുന്നേ ഓരോ ഗ്ലാസ് ചായ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മൈദ കൊണ്ടിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് കുറച്ച് കുടിക്കാനുള്ള വെള്ളം അതുപോലെ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് ചെറുപയറും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയെടുത്തിട്ട്. ചെറുപയറും പച്ചക്കായും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. കാന്താരി മുളകൊക്കെ ഞാനൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ തേങ്ങ അരച്ചൊഴിക്കുകയാണ്. അങ്ങനെ ഇന്ന് രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇന്നലെ ഞാനത് മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കറണ്ടൊക്കെ പോയത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാവിലെ സ്കൂളിലേക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്തതും അതുപോലെ തന്നെ മുട്ട ഒന്ന് ചിക്കി എടുത്തതും ഉണ്ട് കേട്ടോ. സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് മുട്ട ഒന്ന് ഉടച്ചെടുത്തതും കൂടി ഉണ്ട്. അപ്പോൾ ചോറൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ മുറ്റത്തേക്കൊക്കെ വന്ന് ജസ്റ്റൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അടുപ്പിൻ്റെ സൈഡ് വെണ്ണീറൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം വെണ്ണീറൊക്കെ വാരി തുടച്ചെടുത്തതിന് ശേഷം ചില ദിവസങ്ങളിൽ ഞാൻ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ അത്രയ്ക്ക് പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ നനച്ചെടുത്ത് തുടച്ചെടുത്തിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ ചട്ടികളൊക്കെ ഞാൻ കഴുകിയെടുത്ത് സൈഡിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് പൊടിയൊന്നുമില്ല. തീയൊക്കെ കത്തിച്ചിട്ട് ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട്. നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പാചകവും അതുപോലെ തന്നെ നമ്മൾ നാടൻ റെസിപ്പീസുമാണ് അധികം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല രുചിയിലാണ് നമ്മൾ ഈ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പീസും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിന്നിപ്പോൾ ദോശ ഞാൻ പറഞ്ഞല്ലോ മൈദ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല തീ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ ദോശ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ദോശയുടെ കൂടെ കറിയൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുത്തതിന് ശേഷം തേങ്ങയും പഞ്ചസാരയും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ആക്കി വെച്ചിട്ട് കഴിക്കാൻ കേട്ടോ. ചായയുടെ കൂടെ നല്ല ടേസ്റ്റ് ആണല്ലോ, ഏലാഞ്ചി പോലെ. അപ്പോൾ മധുരം ഒരുപാട് അങ്ങോട്ട് ചേർക്കണ്ട. പഞ്ചസാര ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ചെറിയൊരു മധുരത്തിൽ തേങ്ങയിൽ മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചോറിനുള്ള വെള്ളം വെച്ചത് തിളച്ച് വന്നിട്ടുണ്ട്. അരിയൊക്കെ കഴുകിയിട്ട് ഞാനിതാ ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് നല്ല മത്തി മുളകിട്ട കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചേമ്പ് കറിയും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേമ്പ് കറി ഞാൻ ഗ്യാസുമ്മൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിനുള്ള വെള്ളം തിളച്ച അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് എനിക്ക് പണികൾ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറ് കഞ്ഞിയൂറ്റിയിലേക്ക് ഊറ്റിയെടുക്കാം. കഞ്ഞൂറ്റി എന്നാണ് കേട്ടോ ഞാൻ പറയാറുള്ളത്, ഞങ്ങളൊക്കെ പറയാറുള്ളത്. നമ്മൾ കഞ്ഞിച്ചെമ്പ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ കഞ്ഞൂറ്റി അരി ഊറ്റി കഞ്ഞി ഊറ്റുന്നതാണ് കഞ്ഞൂറ്റി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ മത്തി മുളകിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവൊക്കെ പൊട്ടി വരുമ്പോൾ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പുളിവെള്ളം ചേർക്കുകയാണെങ്കിൽ പുളിവെള്ളം ചേർക്കുക, അല്ലെങ്കിൽ കുടംപുളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മീനും കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മത്തി മുളകിട്ട കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പുറത്ത് ഒരു അടുപ്പ് ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പുറത്തൊന്നും അടുപ്പ് ഉണ്ടാക്കി എടുക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറാനുള്ളൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ആ അടുപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് അതവിടെ വെറുതെ കിടക്കുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അകത്തെ അടുക്കളയിലുള്ള ഈ ഒരു അടുപ്പിൽ തന്നെ തീ കത്തിക്കാനായിട്ട് വിചാരിക്കുന്നത്. വെട്ടം കുറവാണ്, നല്ല ഇരുടാണ്. അപ്പോൾ പിന്നെ നമ്മൾ
ചെറിയൊരു വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ ഓരോന്നും എടുത്തിട്ട് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ വീഡിയോസും, നിങ്ങൾക്കറിയാമല്ലോ, ചാനലിലുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ ഡെയിലി വീഡിയോസും വ്ളോഗൊക്കെ ഇടുന്നത് ഓരോ ദിവസം നമ്മൾ ഓരോ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കേട്ടോ വീഡിയോസൊക്കെ ഇടുന്നത്. ഇനിയിപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് മത്തിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ മത്തിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് മുമ്പ് ആ മുളക് പൊടീൻ്റെ മസാലേൻ്റെ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുമ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാലയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇനി തന്നെ മൂടി വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു ടൈം വരെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റാം. മൺചട്ടിയല്ലേ, കുറേ നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. മീൻകറി ഇത് അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇനി നമ്മൾ ഒരു ചേമ്പ് കറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയെടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ഒന്ന് തിളച്ച് വന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കാന്താരിമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറിയൊരു മരം ഉണ്ടായിരുന്നു ഇവിടെ, നാളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ വെയിലാകുന്ന സമയത്ത്, വേനലാകുന്ന സമയത്ത് അങ്ങോട്ട് ഉണങ്ങിപ്പോവും. ഇത് ചെറുതായിട്ടൊന്ന് നടുകെ ഒന്ന് കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം വെള്ളമൊക്കെ പറ്റിയിട്ട് ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് കടുക് താളിച്ച് വയ്ക്കുകയാണ്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളത്തിലല്ലാണ്ട് ഒന്ന് പെരണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചേമ്പ് കൂട്ടാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മുളകിട്ട മീൻകറിയും ഈ ഒരു ചേമ്പ് കൂട്ടാനും ചൂട് ചോറിൻ്റെ കൂടെ പൊളിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഉച്ച സമയമായപ്പോൾ ചോറും കറി ആയാൽ പിന്നെ ചൂടോട് കൂടി തന്നെ സമയമായി കഴിഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിയട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ വിശപ്പില്ലെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും എടുത്തിട്ട് ആ ഒരു സമയത്ത് ചോറും കറി ആയാലും വേഗം കഴിക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ കുറച്ച് അവൽ നനച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള തേങ്ങയാണ് ചിരവി എടുത്തിട്ടുള്ളത്. തേങ്ങ എടുത്തിട്ട് പിന്നെ ഞാൻ ശർക്കര ഉരുക്കിയിട്ട് അതൊന്ന് ചൂടാറിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ചായയും അതുപോലെ തന്നെ അവൽ നനച്ചു പോകാൻ കേട്ടോ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. വൈകുന്നേരം ചില സമയത്ത് എന്തെങ്കിലും കടി ഉണ്ടാക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവലെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വല്ല ബേക്കറിയെങ്കിലും, ചില സമയത്ത് ബിസ്ക്കറ്റെങ്കിലും ഇല്ലാണ്ടിരിക്കൂല കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെയും പാചകങ്ങളും നല്ലൊരു മത്തിക്കറിയും ചേമ്പ് കറിയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. അപ്പോൾ കുറച്ച് കുടിക്കാനുള്ള വെള്ളം കൂടി ലാസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നാളെ കാണാം.